ഇതാണ് ഞങ്ങൾ ചോദിച്ചോണ്ടിരുന്നത്, എവിടെ കൈകൊട്ടെന്ന്. ആരാണ് അവിടെ കൈകൊട്ടിയത്? ഓക്കെ, അപ്പൊ ലാസ്റ്റിന് വിന്നിംഗ് ക്വസ്റ്റ്യൻ ആണ് പോകുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻ കേട്ടോ മോൻ? സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ള പ്രവാചകൻ ഏതായിരുന്നു? എന്താ പറഞ്ഞ? ആലോചിച്ച് പറഞ്ഞോളൂ ആൻസർ. പോത്താണ്, കൊണ്ട് നശിപ്പിക്കരുത്. വേഗം പറഞ്ഞോളൂ ആൻസർ. സിമിലർ ആൻസർ പറയട്ടെ, ആ ബാക്ക്ഗ്രൗണ്ട് ആൻസർ പറയൂ. യൂസഫ് അലി വസല്ലമാണോ? എന്താ ആൻസർ പറഞ്ഞത്? ഒരിക്കലും ഉറപ്പിച്ച് പറഞ്ഞു. യൂസഫ് അലി വസല്ലം. യൂസഫ് അലി വസല്ലമാണ് കറക്റ്റ് ആൻസർ. ഞാൻ കാത്തു നിൽക്കുക, ആളൊന്നും തിരിച്ചു പറയലല്ലോ എന്ന്. 4 ക്വസ്റ്റ്യൻസ് അറിഞ്ഞോ? 4 ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞത്. വെൽക്കം. മരുന്ന് കഴിക്കുന്നുണ്ടോ മോൻ? കോൾഡിന് കഴിക്കുന്നുണ്ട്. സൗണ്ട് ഒന്നും പോരാ. വീണ്ടും ഞങ്ങൾ ഫേസ്ബുക്ക് കോൺടെസ്റ്റ് ഇന്നും പങ്കെടുക്കണം കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കും ഉത്തരം കാണാൻ. ലക്കി ആണെങ്കിൽ വിന്നർ ആകാം. ഓക്കെ മോനെ, അസ്സലാമു അലൈക്കും. പാടെടുത്തു മാറ്റി ഞങ്ങളുടെ സലാം പറയുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വിളിച്ചിരുന്നത് വാസിമായിരുന്നു. ഞങ്ങൾ ഫേസ്ബുക്ക് കോൺടെസ്റ്റ് റെഗുലറായി പങ്കെടുക്കുന്ന ഒരാളാണ്. ഇന്ന് 4 ഉത്തരം പറയുകയും ചെയ്തു. ഇന്നപ്പോ ടോട്ടലി നമുക്ക് 3 വിന്നേഴ്സ് ആയിട്ടുണ്ട്. ഷബാനയും ആലിയയും വാസുവുമാണ്. നമുക്ക് നോക്കാം ആരാണ് വിന്നർ ആകുക എന്ന്. കിട്ടാത്തവർ വിഷമിക്കരുത്, വീണ്ടും വിളിക്കണം. അതുമല്ല, നമുക്ക് ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ ചോദ്യം പരിശുദ്ധ ഖുർആൻ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത വ്യക്തി ആരാണെന്നായിരുന്നു. ഞങ്ങളുടെ പേജായ facebook.com/myntv പോയി പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യന്റെ അടിയിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. ലക്കി വിന്നർ കിട്ടുക ടീം ഇലക്ട്രോണിക്സ് നൽകുന്ന ഗിഫ്റ്റ് ആണ്. അപ്പോൾ വേഗം ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. നാളെ രാത്രി 9 o'clock ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ പേര് അനസ് എന്ന് പറയും. അനസ്. ഓക്കെ, എവിടുന്നാണ് അനസ്ക? ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. അനസ്ക ഇന്ന് ആദ്യമായിട്ട് ആദ്യത്തെ കോളാന്ന് തോന്നുന്നല്ലേ പ്രോഗ്രാമില്? പല പ്രാവശ്യവും ട്രൈ തന്നെയാണ്, ഇന്നാണ് കിട്ടിയത്. അപ്പൊ ഇന്നാണ് ലക്കി. ഇന്ന് ആദ്യം വിളിച്ച കോളന്ന് ആദ്യമായിട്ട് കിട്ടിയ ആളെ 4 എണ്ണം പറയുകയും ചെയ്തു. അപ്പൊ അനസ്കായി 4 എണ്ണം പറയണം. ഓക്കെ, സഹായിക്കാൻ ആരാണ്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, സ്വന്തം ബുദ്ധിയാണ് അപ്പൊ പ്രകടിപ്പിക്കാൻ പോകുന്നത്. അതെ, ബുദ്ധിമാനാണെന്ന് നമുക്ക് തെളിയിക്കാം. ഓക്കെ, റെഡിയാണ്? അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ റെഡിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സീൻ എന്ന അക്ഷരം അറബിയിലെ സീൻ എന്ന അക്ഷരം വച്ച് എല്ലാ ആയത്തും അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്, തെറ്റിക്കരുത്, ആലോചിച്ച് പറയാം. എത്ര മിനിറ്റ് ഉണ്ടാവും? ഹെൽപ്പ് ചെയ്യാനുള്ളത് ആരുമില്ല സഹായിക്കാൻ, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഫ്രണ്ട്സ് ഒക്കെ ഉറക്കമായോ? സൂറത്തുൽ നാസ്. ഉറപ്പിച്ച ആൻസർ അല്ലല്ല, ശരിയാ. ഞങ്ങള് വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുമ്പോ ആള് ഉത്തരം പറയാണ് ഞങ്ങളോട്. ആരൊക്കെയാണ് ഫാമിലിയിലുള്ളത്? ഫാമിലിയില് എനിക്ക് 3 സിസ്റ്റർമാരാണുള്ളത്. നാട്ടില് മൂവാറ്റുപുഴ എന്ന് പറയും. പിന്നെ വീട്ടില് എറണാകുളം ഡിസ്ട്രിക്ട്. പിന്നെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? കേട്ടില്ല. വീട്ടില് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്. ഇത്രയും പേരുള്ളൂ. ഹാപ്പി ഫാമിലി. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. പിന്നെ എന്റെ വൈഫുണ്ട്. വൈഫിനെ മറന്നുപോയല്ലേ? എനിക്ക് 3 കുട്ടികളുണ്ട്. അതില് ഒരാളുടെ പേര് പിതാമോൾ അനസ്. പിന്നെ രണ്ടാമത്തെ പേര് ഫൈഹാമോൾ അനസ്. ഇപ്പൊ ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരാണ് മുഹമ്മദ് ഫൈസ്. മുഹമ്മദ് ഫൈസ്. അടിപൊളി പേരുകളാണല്ലോ. അതെ,
എന്റെ സ്വന്തം ബുദ്ധിക്ക് സെലക്ട് ചെയ്തതാണ്. അതെ ഞങ്ങള് പിന്തുടർന്നതാണ്. ആള് സ്വന്തം ഒരു SP ആണല്ലേ? അതെ അതെ അതെ. അപ്പൊ SP-യോട് നമുക്കൊരു സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. ബനി ഇസ്രായേൽ ജനറേഷനിലുള്ള നബി ഏതാണ്? ബനി ഇസ്രായേൽ ബനി ഇസ്രായേൽ. ഹലോ, റിപ്പീറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ. ബനി ഇസ്രായേൽ എന്ന ജനറേഷനിൽ വന്ന നബിയുടെ പേര് എന്താണ്? യാക്കൂബ് നബി. ഹലോ, യാക്കൂബ് നബിയാണ്. എന്താ പറഞ്ഞ കേട്ടില്ല ഇവിടെ. ഉറപ്പിച്ചിട്ട് ആൻസർ പറഞ്ഞോളൂ. ഹലോ ഹലോ, കോള് ഡ്രോപ്പായി. ഉത്തരം പറഞ്ഞത് കേട്ടില്ല. കേട്ടില്ല. അത് തന്നെ സാറിന്റെ വീണ്ടും ട്രൈ ചെയ്യുക, രസം സംസാരിക്കാനായിട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതായിരുന്നു. കറക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഇനി ലക്കി ആണെങ്കിൽ വീണ്ടും ലൈൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ആകെ 3 പേരാണ് ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകിയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസിന്. ഷബാന, ആലിയ, വാസിം. അപ്പൊ ഇവര് 3 പേര് നമ്മൾ ലോട്ടിടാൻ പോകുന്നതല്ല. പിന്നെ ഫേസ്ബുക്ക് കോൺടെസ്റ്റിന്റെ കാര്യം മറക്കണ്ട. കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു എക്സ്ചേഞ്ച് ഹദീസ് റമദാൻ. താങ്ക് യു. സെബിഹ മോളാണോ? അതെ. ആണ്. മോള് ഇന്നും 4 പറയോ? ഇന്നും പറയും. ചോദ്യത്തിലേക്ക് പോണോ? ഇന്ന് എന്തായാലും നോമ്പ് തുറക്കാൻ മോൾക്ക്? ഇന്ന് കല്ലുമ്മക്കായ, ദോശ, റോസ്റ്റ് എല്ലാം തിന്നോ മോള്? തിന്നോ? എന്നിട്ട് എന്താ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കാണ്ടിരുന്നേ? ഇനി വന്നോ? നാളെ വന്നോ? നാളെ വരാം. തീർച്ചയായിട്ടും വരാം. തീർച്ചയായും വരാം. കുറിപ്പിന്റെ ഉറപ്പ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഖുർആനിൽ പേരെടുത്ത് പറയുന്ന 2 പള്ളികളുടെ പേര്. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി. ഉറപ്പിച്ചോ? ഇല്ല ഇല്ല. മസ്ജിദുൽ ഹറം ഉറപ്പിച്ചോ? ശരി, ഹറം ഞാൻ എടുത്തു. അടുത്തതൊന്ന് ആലോചിക്കൂ. മസ്ജിദുൽ അഖ്സ ആണോ? ആണ്. വെൽക്കം. ഇതെന്ത് എടുത്തിയായിട്ട് നബവി പറഞ്ഞേ? ഇക്കാക്കൊരു അടി വെച്ചു കൊടുക്ക. ഹലോ ഹലോ, പോയാ അടി വെക്കാൻ? സെക്കൻഡ് പിന്നീട് മതി, ഫോൺ വെച്ചിട്ട് അടി കൊടുത്താ മതി. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു പെണ്ണിന്റെ പേരാണ് ഞാൻ ഓപ്ഷൻസ് തരിക. അതേത് പെണ്ണാണെന്ന് പറയുക. ഓക്കെ. ആ വനിതയുടെ പേര് ഞാൻ പറഞ്ഞു തരാം. ആയിഷ, സാറ റളിയല്ലാഹു അൻഹ, മറിയം റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. മറിയം റളിയല്ലാഹു അൻഹു ആണോ? കറക്റ്റ് ആൻസർ ആണ് മോളെ. താങ്ക് യു. ഇക്കാക്കയാണ് ഇപ്പൊ പറഞ്ഞത്? അല്ല, ഉമ്മ. ഉമ്മാക്കൊരു ചക്കര ഉമ്മ കൊടുത്തത് കറക്റ്റ് ആൻസർ പറഞ്ഞതിന്. ഓക്കെ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഉമ്മയുടെ പേരെന്താ മോളെ? സുഹറ. മറന്നുപോയി. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ താങ്ങും തണലുമായ അബൂ താലിബിന്റെ ശരിയായ പേരെന്താണ്? അബൂ താലിബിനെ കേട്ടിട്ടില്ലേ? അതിന്റെ ശരിയായ പേരാണ് ഞാൻ ചോദിച്ചത്. ഒന്നും കൂടി പറയോ? അബൂ താലിബ് കേട്ടിട്ടില്ലേ? അതിന്റെ ശരിയായ പേര് എന്താണ്? അബൂ താലിബ് റളിയല്ലാഹു അൻഹുയുടെ ശരിയായ പേര് എന്താണ്? ഓപ്ഷൻ ഉണ്ടോ? ഞാൻ ഇത് തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? തേർഡ് ക്വസ്റ്റ്യനാ. ഞാൻ ഫസ്റ്റ് വേർഡ് പറയാം, സെക്കൻഡ് നെയിം പറയണം. ഓക്കെ? അബ്ദുൽ. നീ സെക്കൻഡ് പേര് പറ. അബ്ദുലാണ് ഫസ്റ്റ് വേർഡ്. നീ സെക്കൻഡ് വേർഡ് പറയാ. ഏതാണ് സെക്കൻഡ് വേർഡ്?
ചോദിച്ചു നോക്കൂ ഇക്കാക്കാനോട്, ഇക്കാക്കാക്ക് അറിയായിരിക്കും ചിലപ്പോ. എം വെച്ചിട്ടാണോ തുടങ്ങണേ? ആ അതെ, എം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പറയൂ, എത്രയൊക്കെ ഇങ്ങോട്ട് പറയുമ്പോ ഇനി ആൻസറും കൂടി കേക്കട്ടെ. ആണോ? എന്താ മുത്തലിബ്. ഞാൻ ചോദിച്ച അബൂ താലിബ് ആണ്. നബിയുടെ അങ്കിളുടെ യഥാർത്ഥ പേരാണ് ഞങ്ങൾ ചോദിച്ചത്. അബ്ദുൽ ഞാൻ പറഞ്ഞു. ഞാൻ എം എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ കരുതി അടുത്തതിന് ഉത്തരമായിരിക്കും പറയാൻ പോണേന്ന്. മനാഫ്. മനാഫ്. ഇത് എവിടുന്നാ തപ്പിയത്? ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞ കറക്റ്റ് ആണ്. അബ്ദുൽ മനാഫ് അതാണ് പേര്. താങ്ക് യു. വെൽക്കം. ഇത് എന്ത് കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. ഇനി ഉമ്മാനോട് അടുത്ത് വന്നിരിക്കാൻ പറയൂ, പെട്ടെന്ന് സഹായിക്കാൻ. അപ്പൊ മോള് 4th ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ. വിന്നിംഗ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയാ. ഓക്കെ. ഓക്കെ, ഏതാണ് 4th ക്വസ്റ്റ്യൻ? 4th ക്വസ്റ്റ്യൻ ഇതാണ് മോളെ. സ്വർഗത്തില് ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടന്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ഫൗണ്ടന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ റിവർ ആയിരുന്നു. റിവർ കൗസർ ആണ്, പക്ഷേ ഫൗണ്ടന് വേറൊരു പേര് ഖുർആനിൽ വരുന്നുണ്ട്. ഫൗണ്ടൻ ആണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉമ്മാനോട് വേഗം ചോദിക്ക. സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോകുന്ന ആൾക്കാര് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പറയുന്നത്. തസ്ലീമാണോ? എന്താ മോളെ? എന്താ തസ്ലീമാണോ? ഉറപ്പിച്ചിട്ട് ആൻസർ പറഞ്ഞോളൂ. വേഗം ആയിക്കോട്ടെ മോളു, ടൈം ഒരുപാടായി. 4th ക്വസ്റ്റ്യൻ അതാണ് ഓപ്ഷൻസ് തരാത്ത. അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നേനെ. ഇതുവരെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തോണ്ടിരുന്നു. 4th ക്വസ്റ്റ്യൻ അവിടെ ഓപ്ഷൻസ് തരാത്ത. എന്താ ഒരു ചെറിയ എല്ലാരും ഇപ്പൊ 4th എത്തുമ്പോ ചെറിയ ക്ലൂ ആണ് ചോദിക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലാണ് ഇത് വരുന്നത്, ഈ ആയത്ത് വരുന്നത്. മോള് ക്ലൂ കേട്ടോ? ചെറിയ ക്ലൂ. ആ. ഇനി ക്ലൂ ഉമ്മാനോട് പറഞ്ഞു നോക്കൂ, ഉമ്മാക്ക് വല്ല ക്ലൂ കിട്ടുവാണെങ്കിലോ. സൂറത്തുൽ ഇൻസാനിലാണ് ഈ ആയത്ത് വരുന്നത്, ഈ ഫൗണ്ടനെ കുറിച്ച് പറയുന്നത്. ആലോചിക്ക. ടൈം കൊറേ മോൾക്ക് തരുന്നു. അറിയില്ലേ? എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞേ. ഏതെങ്കിലും ഇനി ഉത്തരം പറഞ്ഞോളൂ. എന്നാലും അറിയില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ തെറ്റ് ശരിയായിക്കോട്ടെ. ഏതെങ്കിലും ഉത്തരം പറയൂ, ട്രൈ ചെയ്തിട്ട് നോക്കൂ. ഏതെങ്കിലും പറയൂ. പറയൂ മോളൂ. കിട്ടണില്ല. അന്ന് വീണ്ടും വിളിക്കാം മോളൂ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ നൽകിയില്ലേ? ഫേസ്ബുക്കിൽ കറക്റ്റ് ആൻസർ പോസ്റ്റ് ചെയ്തോളൂ വേഗം. ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നില്ലേ? ഇത്താടെ എന്താണ് ഇത്താടെ പേര്? സിദ്ദീഖ് അക്ബർ എന്ന് പറഞ്ഞല്ലോ, അതെന്റെ ഉപ്പാന്റെ പേരാ. ഉപ്പായല്ലേ സിദ്ദീഖ് അക്ബർ. ഓക്കേ, എന്തായാലും ഇന്നത്തെ ചോദ്യം കേട്ടില്ല, ഇന്നും പങ്കെടുക്കാൻ പറയൂ. മോളും ഇട്ടോളൂ ആൻസർ. ആരെ വിന്നർ ആവാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തേല് പങ്കെടുക്കാൻ പറയാട്ടോ. ക്വസ്റ്റ്യൻ കേട്ടിരുന്നല്ലോ മോള്. അപ്പൊ വേഗം പോസ്റ്റ് ചെയ്തോളൂ ആൻസർ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പൊ വിളിച്ചത് സബീഹയായിരുന്നു. സബീഹ സ്ഥിരം വിളിക്കുന്ന കോളറാണ്. ഇന്നലെ 4 എണ്ണം പറഞ്ഞിരുന്നു സബീഹ, ഇന്ന് 3 എത്തിയുള്ളൂ. സാരില്ല, വീണ്ടും ട്രൈ ചെയ്യണം മോള്. ഫേസ്ബുക്ക് കോൺടെസ്റ്റിലും പങ്കെടുക്കുക. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഷോർട്ട് ബ്രേക്കിലോട്ട് പോവാം.